7 പഞ്ചായത്തിലെ 45 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷൻ. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ 22 വാർഡുകളും പാറത്തോട്ടിലെ 2 വാർഡുകളും എലിക്കുളത്തിൻ്റെ 8 വാർഡുകളും വാഴൂരിലെ 2 വാർഡുകളും ചിറക്കടവിലെ 4 വാർഡുകളും വെള്ളാവൂരിൻ്റെ 7 വാർഡുകളും കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ ഉൾപ്പെടും. 71,739 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. ഡിവിഷനിൽ കേരള കോൺഗ്രസ് എം സംസ്ഥാന സമിതി അംഗം ജോളി മടുക്കക്കുഴിയാണ് LDF സ്ഥാനാർത്ഥി. 30 വർഷമായി കാഞ്ഞിരപ്പള്ളിയുടെ പൊതുരംഗത്ത് നിറസാന്നിധ്യമാണ് ഇദ്ദേഹം. നിലവിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാണ്. 10 വർഷമായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി തുടരവെ ഡിവിഷനിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ജോളി മടുക്കക്കുഴി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗമായ തോമസ് കുന്നപ്പള്ളിയായാണ് UDF കളത്തിലിറക്കിയിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി രൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗം, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചുള്ള പരിചയം കൈമുതലാക്കിയാണ് തോമസ് കുന്നപ്പള്ളി വോട്ട് തേടുന്നത്. 3 തവണയും ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ഇദ്ദേഹം 4ാം തവണയാണ് ഇക്കുറി വീണ്ടും ജനവിധി തേടുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത് 2ാം തവണയാണ് NDA സ്ഥാനാർത്ഥിയായി KV നാരായണൻ ജനങ്ങളെ സമീപിക്കുന്നത്. BJP സംസ്ഥാന കൗൺസിൽ അംഗം, ജനനിധി ഇൻ്റഗ്രേറ്റഡ് ഫൗണ്ടേഷൻ കമ്പനി MD എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. യുവത്വത്തിൻ്റെ പ്രതീകമായി ചുറുചുറുക്കോടെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടുകയാണ് KV നാരായണൻ. ജില്ലയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഡിവിഷൻ കൂടിയാണ് കാഞ്ഞിരപ്പള്ളി എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.